ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയിലുള്ള ഒരു കിച്ചൺ ക്ലീനിങ്ങും പിന്നെ നാളത്തേക്ക് പിറ്റേ ദിവസം കുട്ടിയൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പ്രിപ്പറേഷനെല്ലാം ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫുഡ് പ്രിപ്പും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള വീഡിയോ കേട്ടോ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫുഡ് പ്രിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന്. അപ്പം ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം കിടക്കാൻ പോയി. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ ഇതിന് നിന്നിന്. നാളെ എന്താ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് ഇങ്ങനെ വന്നപ്പോൾ ചിക്കൻ റാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ടോർട്ടിയാസ് റെഡിയാക്കി വെക്കണം, പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഐസെല്ലാം മാറി റെഡിയായി വരുമ്പോഴത്തേക്ക് ലേറ്റായിന്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് ലേറ്റായി എന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ടോർട്ടിയാസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഇതുപോലെ ഇന്നുണ്ടാക്കി നാളെയെല്ലാം എടുക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെയാട്ടോ വെക്കൽ. ഫ്രീസറിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പം നാളെ മറ്റന്നാൾ അങ്ങനെ 2 ദിവസമെല്ലാം എടുക്കാം, നാശമൊന്നുമില്ല. അപ്പോൾ ടോർട്ടിയക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടാണ് പൊടികളെടുത്തിന്. മൈദ രണ്ടും ഈക്വൽ റേഷ്യോയിൽ എടുക്കുക, ഇല്ലെങ്കിൽ 1:2 എന്നുള്ള അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മൈദ കുറച്ചും പിന്നെ എന്താ പറയുക ആട്ടപ്പൊടി കൂടുതലാക്കിയിട്ട് അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ബട്ടർ വേണം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സാധാ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി ഡോനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടിയാൽ നല്ല, ഏകദേശം അങ്ങനെയൊക്കെ പോലെ തന്നെ. അതുപോലെയുള്ള ടോർട്ടിയ അല്ലെങ്കിൽ ചപ്പാത്തി, റുമാലി റൊട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, മാവ് ഇങ്ങനെ കുഴച്ചിട്ടുള്ള. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഇങ്ങനെ മാവ് കുഴക്കുന്ന ആ ഒരു ഡോ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ബാക്കി പരത്തുക ചുടുക അതൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഒരു എന്തോ എനിക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. പിന്നെ ലാസ്റ്റ് എല്ലാം റെഡിയായി ആ ഫൈനൽ കുഴച്ചിട്ടുള്ള ആ ഡോ കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഒരു എന്താ പറയുക നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. അതും നല്ല വൃത്തിയിൽ കുഴച്ചിട്ട് കിട്ടിയാൽ പിന്നെ കൂടുതൽ നേരം എന്താ പറയുക നമ്മൾ കുഴക്കുന്തോറും ഡോവിന് നല്ല സോഫ്റ്റ് കിട്ടുമല്ലോ. അപ്പം എത്ര കുഴക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റവും സോഫ്റ്റായിട്ട് കിട്ടും. ഡോ എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളെ ചിക്കനും ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിനോ ഒന്ന് അതിൻ്റെ ഐസ് മാറാൻ വെക്കാൻ. ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടാ. ബ്രസ്റ്റ് പീസ് മാത്രമുള്ള അങ്ങനെയുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിന്. പിന്നെ ബാക്കി പൊടികളെല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റാപ്പെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊന്നുമില്ലെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസായിട്ട് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ വേവിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈക്വലായിട്ട് കിട്ടണമല്ലോ. അപ്പം ഇനിയിപ്പം പരത്തിയെടുക്കുക. ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചപ്പാത്തി ആണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റോൾ ചെയ്തെടുക്കൽ. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുക അതാട്ടോ. പിന്നെ എന്താ പറയുക
മറ്റേ ആ ഒരു ചപ്പാത്തി പലകേൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് അത് റോൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഏലുണ്ടാവില്ല. അപ്പം ഞാൻ അധികവും ഇങ്ങനെ തന്നെ ചെയ്യൽ. പിന്നെ ഈ ടോർട്ടിയാസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് 2 സൈഡും വേവിച്ച് അങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ നമ്മൾ അത് എന്താ പറയുക റാപ്പ് ആക്കുന്ന സമയത്ത് ഒന്നും കൂടെ എടുത്ത് ചൂടാക്കുമല്ലോ, അപ്പോൾ അത് കറക്റ്റ് വേവിൽ കിട്ടിക്കോളും. പിന്നെ നൈസായിട്ടുമല്ലേ നമ്മൾ പരത്തി വെക്കുന്നത്, അപ്പം വേവാത്ത ആ ഒരു പ്രശ്നമൊന്നും വരില്ല. ഞാൻ ആദ്യമെല്ലാം ടോർട്ടിയ റാപ്പ് വാങ്ങലുണ്ട്, ഇപ്പവും ഇടയ്ക്ക് വാങ്ങും കേട്ടോ. എന്നാലും ടോർട്ടിയാസ് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് അതിനൊരു വല്ലാത്തൊരു സ്മെല്ല്, അത് ഫെർമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല, ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്ന കുറച്ച് മെനക്കെടുണ്ട്, എന്നാലും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാലും കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു അയൺ പാനാണ് വെച്ചിന്, അതുകൊണ്ട് തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാനൊന്ന് ചൂടായപ്പോൾ ഞാൻ സിമ്മിലാക്കി കേട്ടോ. അപ്പം ഈ പാനാകുമ്പം ആ ചൂടങ്ങനെ നിന്നോളുമല്ലോ, പെട്ടെന്ന് ചുട്ടിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ റോൾ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ചധികം നേരം വെച്ച് പോയാൽ അത് പിന്നെ ഹാർഡാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളത് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ ടോർട്ടിയാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയായി കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ഒരു പാത്രത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ ആവിയെല്ലാം വീണിട്ട് അടിയിൽ വെക്കുന്ന ആ ഒരു സംഭവം ഇങ്ങനെ എന്താ പറയുക ഒരു നനഞ്ഞ പോലെയാവും. അപ്പം കഴിയുന്നതും ഇങ്ങനെ ഏതെങ്കിലും ഒരു ആ പാത്രം അടി തട്ടാണ്ട് ഇങ്ങനെ കയറ്റി വെക്കുന്നതായിരിക്കും നല്ല. പിന്നെ ഒരു സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ വേറൊരു കണ്ടെയ്നറിലോ എടുത്തിട്ട് മൂടി വെക്കാം, നന്നായി തണിഞ്ഞതിന് ശേഷം. അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിനു. ഇനിയിപ്പോൾ ഓയിലല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. കിച്ചൺ ക്ലീൻ ആക്കല മെയിനായിട്ടും, പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക. അടുപ്പ് ഞാൻ ഓൾറെഡി ഉച്ചക്ക് ക്ലീൻ ആക്കിയതുകൊണ്ട് വലിയ പണിയില്ല കേട്ടോ. അത് ക്ലീൻ ആക്കാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് പോവേ വേണ്ടൂ. ഇനിയിപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് തുടച്ച് കബോർഡിലേക്കും പിന്നെ ഇതുപോലെ ആ ഒരു പ്ലേറ്റിൻ്റെ റാക്കിലേക്കെല്ലാം എടുത്ത് വെക്കലാം.
കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ അടുപ്പെല്ലാം ഉള്ള ഭാഗത്ത്, വോളിൻ്റെ ആ ഏരിയ ആണെങ്കിലും കുറച്ചെന്നല്ല, ഡെയിലി എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ക്ലീൻ ആക്കാനുണ്ടാവും എല്ലാ നേരവും. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തെറിച്ച് അങ്ങനെ എൻ്റെ ഒരു മെഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിനേനു. അതുകൊണ്ട് ഇന്നിപ്പോൾ രാത്രി ആ ഒരു പണിയില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോവുക വേണ്ടു. അപ്പോൾ ആ ഒരു ഏരിയ ക്ലീനാക്കി. ഇനിയിപ്പോൾ ഇതാ ഈ സിങ്കിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ക്ലീനാക്കലാണ്. അധികവും രാത്രി ഞാൻ ഇതുപോലെ ക്ലീനാക്കിയിട്ട് കിടക്കാൻ ശ്രമിക്കലുണ്ട്. കാര്യം ഇവിടെയെല്ലാം പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഫുഡ് വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പാറ്റ ശല്യം, ഈ കൂറൻ്റെ ഇടങ്ങാറെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാട്ടിലുള്ളതിനേക്കാളും പെട്ടെന്ന് അതെല്ലാം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മൾ എത്ര ശ്രമിച്ചാലും അത് എന്താ പറയുക, ഒഴിവായി കിട്ടില്ല. അപ്പോൾ അധികവും കിച്ചണിൻ്റെ ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയി കളയുക ഡെയിലി. അതുപോലെ കൗണ്ടർ ടോപ്പെല്ലാം എപ്പോഴും ഡ്രൈ ആക്കി ക്ലീനാക്കി വെക്കുക. സിങ്കിൻ്റെ ഏരിയ ക്ലീനാക്കി വെക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇടങ്ങാറുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കാനും ഞാൻ വേറെ തന്നെ സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിച്ചൺ ടവലാണെങ്കിലും 2-3 എണ്ണം യൂസ് ചെയ്യും കേട്ടോ. പിന്നെ കൈ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പം കൈ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കും. പിന്നെ സ്റ്റൗ ടോപ്പിൻ്റെ ആ ഒരു ഭാഗമെല്ലാം ക്ലീൻ ആക്കാൻ വേറെ തന്നെ ടവല വെക്കുക. കാര്യം അതിൽ എന്തായാലും എണ്ണമെഴുക്കും കാര്യങ്ങളെല്ലാം ആവുമല്ലോ. അതുപോലെ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കാൻ വേറൊരു ടവൽ യൂസ് ചെയ്യും. അതിന് സിങ്കിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം നല്ലോണം തുടച്ച് കഴുകി കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇല്ലെങ്കിലും ഒരു 3-4 ദിവസമെല്ലാം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതും പിന്നെ വിനേഗറും ഇട്ട് കൊടുക്കും. ആ ഒരു സിങ്കിൻ്റെ വെള്ളം പോകുന്ന ആ ഒരു ഹോളിലെ അതിൻ്റെ ആ ഒരു ഏരിയയിൽ. പിന്നെ അത്യാവശ്യം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കും. ഇതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഗുണം ഒരു ബാഡ് സ്മെല്ല് വരുന്നത് ഒഴിവായി കിട്ടും. നമ്മൾ മീൻ കാര്യങ്ങൾ എല്ലാം കൂടെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പം അതിനിത് നല്ല യൂസ്ഫുള്ളാട്ടോ.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗും കാര്യങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ആൽമണ്ട് ഓയിൽ. ഞാൻ അധികം ഇങ്ങനെ പാത്രമെല്ലാം കഴുകുമ്പോൾ നമ്മൾ കയ്യിൽ കൂടുതൽ ഇങ്ങനെ, പ്രത്യേകിച്ച് എനിക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യും, ചിലപ്പം മടിച്ചിട്ടിടില്ല. എന്തായാലും വെള്ളം ഓവർ യൂസ് ചെയ്യുമ്പോൾ കൈ വല്ലാണ്ടങ്ങ് ഡ്രൈ ആയ പോലെ തോന്നും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പാത്രമെല്ലാം കഴിക്കഴിഞ്ഞ് കിച്ചണിൻ്റെ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ആൽമണ്ട് ഓയിൽ, ഒരുപാടൊന്നും വേണ്ടേ, കുറച്ച് മതി, 1-2 ഡ്രോപ്പ് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ആൽമണ്ട് ഓയിലിന് പകരം വാസ്ലൈൻ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനധികവും ഇത് തന്നെയാണ് എടുക്കൽ. എന്നെപ്പോലെ കൈയെല്ലാം ഇങ്ങനെ ഡ്രൈ ആകുന്ന, അല്ല കൈക്ക് അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക്, ചിലപ്പം യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഇത് നന്നായിട്ട് വന്നിന്, അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.